സെവൻത്ത് സ്റ്റാൻഡേർഡിലെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എക്സലൻറ്റ് ഹിന്ദി സ്റ്റഡി സെൻറ്ററിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന 6th ചാപ്റ്ററായ രക്ത് ഔർ ഹമാര ശരീർ. ഓക്കെ, രക്ത് ഔർ ഹമാര ശരീർ. രക്തം, ബ്ലഡ്. ഹമാര ശരീർ ഔർ ബോഡി, നമ്മുടെ ശരീരം. രക്തവും നമ്മുടെ ശരീരവും. പാഠത്തിലേക്ക് കടക്കാം. दिव्या अनिल की छोटी बहन है. यूं तो वो शुरू से ही कमज़ोर है, लेकिन इधर कुछ दिनों से उसे हर समय थकान महसूस होती रहती है. दिव्या अनिल की छोटी बहन है. ദിവ്യ അനിലിൻ്റെ ചോട്ടി ബഹൻ. ചോട്ടി ബഹൻ എന്ന് പറഞ്ഞാൽ ഇളയ സഹോദരി, കുഞ്ഞനുജത്തിയാണ്. യൂं तो शुरू से ही കംസോർ ഹെ. ശരിക്കും പറയുകയാണെങ്കിൽ വഹ ഷുറൂ സേ ഹി, അവൾ ആരംഭം മുതൽ തന്നെ, ചെറുപ്പം മുതൽ തന്നെ കംസോർ ഹെ, കുറച്ച് വീക്കാണ് ആൾ. ലേക്കിൻ എന്നാൽ ഇതർ കുച്ച് ദിനോംസെ, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഉസെ ഹർ സമയം, അവൾക്ക്, ആർക്കാണ്, ദിവ്യയ്ക്ക്, ഹർ സമയം, എല്ലാ സമയത്തും ദക്കാൻ മെഹസൂസ് ഹോത്തി ഗയി ഹെ. ദക്കാൻ ക്ഷീണമാണ്. ദക്കാൻ മെഹസൂസ് ഹോന, അനുഭവപ്പെടുക, ഫീൽ ചെയ്യുക. അവൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. മൻ കിസി കാം में नहीं लगता, भूख भी पहले से कम हो गई है. मन किसी काम में नहीं लगता. मन, കുട്ടിയുടെ മനസ്സ്, ദിവ്യയുടെ മനസ്സ്, കിസി കാം में नहीं लगता, ഒരു ജോലിയിലും, കാം ജോലിയാണ്, ഒരു ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഭൂക്ക് ഭി, ഭൂക്ക് വിശപ്പ്, ഭൂക്ക് ഭി എന്ന് പറയുമ്പോൾ വിശപ്പും, പെഹലേസെ നേരത്തേതിനേക്കാൾ, ആദ്യത്തേതിനേക്കാൾ, കം ഹോ ഗയി ഹെ, കുറവായിട്ടുണ്ട്, വിശപ്പും കുറവായിട്ടുണ്ട്. അസ്പതാൽ മേ ഉസെ ഡോക്ടർ കോ ദേഖാ തോ കഹാ, അസ്പതാൽ ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിൽ ഉസെ ഡോക്ടർ കോ ദേഖാ തോ കഹാ, ഡോക്ടർ അവളെ കണ്ടിട്ട് പറഞ്ഞു, ലഗ്താ ഹെ ദിവ്യ കെ ശരീർ മേം രക്ത കി കമി ഹോ ഗയി ഹെ. ഡോക്ടർ എന്താണ് പറഞ്ഞത്? ലഗ്താ ഹെ, തോന്നുന്നു, ദിവ്യ കെ ശരീർ മേം, ഈ ദിവ്യയുടെ ശരീരത്തിൽ, രക്ത കി കമി ഹോ ഗയി ഹെ, രക്തത്തിൻ്റെ കുറവുണ്ട്. ജാഞ്ച് കരാക്കർ ദേഖ്തേ ഹെ, അത് പരിശോധിച്ച് നോക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. ഈ कहकर उन्होंने दिव्या को रक्त की जांच के लिए पास के एक कमरे में भेज दिया. ഈ कहकर, ഇത് പറഞ്ഞിട്ട്, ഏത് പറഞ്ഞിട്ട്, കുട്ടിയുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട്, ഈ कहकर, ഇത് പറഞ്ഞിട്ട്, ഉന്നോനെ, ആരാണ് ഉന്നോനെ? അദ്ദേഹം, ഡോക്ടർ, ദിവ്യക്കോ രക്ത കി ജാഞ്ച് കെ ലിയെ, ദിവ്യനെ രക്തം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പാസ് കെ ഏക് കമരെ में भेज दिया, തൊട്ടടുത്തുള്ള ഒരു മുറിയിൽ അയച്ചു. ഭേജിന് അയച്ചു. वहाँ अनिल को अपनी ही जान पहचान की डॉक्टर दीदी दिखाई थी. ആ മുറിയിൽ, വഹാ, ഈ ഡോക്ടർ പറഞ്ഞയച്ച ആ മുറിയിൽ, അനിൽക്കോ, ഈ അനിലിന്, ദിവ്യയുടെ ബ്രദറായ അനിലിന്, അപ്നി ഹി ജാൻ പെഹച്ചാനി, തൻ്റെ തന്നെ പരിചയത്തിലുള്ള ഡോക്ടർ ദീദി ദിഖായി ദി, ഒരു ഡോക്ടർ ദീദിനെ കാണാൻ സാധിച്ചു, ഒരു ഡോക്ടർ ചേച്ചിയെ കാണാൻ സാധിച്ചു. ഡോക്ടർ ദീദിനെ കഹ, ഡോക്ടർ ദീദി എന്താണ് പറഞ്ഞത്? കഹോ അനിൽ കൈസെ ആനാ ഹുവാ, ആ അനിൽ പറ, എന്താണ് ഇവിടെ വന്നത്? അനിലിനെ ബതായ കി ഡോക്ടറിനെ ദിവ്യക്കോ ഖൂൻ കി ജാഞ്ച് കെ ലിയെ ആപ്കെ പാസ് ഭേജ. അനിലിനെ ബതായ, അനിൽ പറഞ്ഞു, കി, എന്താണ് അനിൽ പറഞ്ഞത്? ഡോക്ടറിനെ ദിവ്യക്കോ ഖൂൻ കി ജാഞ്ച് കെ ലിയെ, ഡോക്ടർ ദിവ്യയെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന, ഖൂൻ ബ്ലഡാണ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആപ്കെ പാസ് ഭേജ, താങ്കളുടെ അടുത്തേക്ക്, ആ ഡോക്ടർ ദീദിയുടെ അടുത്തേക്ക് അയച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർ ദീദി എന്ന് പറയുന്നത് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ആ റൂമിലുള്ളതാണ്. അത് അനിലിൻ്റെ പരിചയത്തിലുള്ള ഡോക്ടറാണ്. इतना सुनते ही डॉक्टर दीदी ने दिव्या की उंगली से रक्त की कुछ बूंदें एक छोटी सी शीशी में डाल दी और स्लाइड पर लगा दी. इतना सुनते ही, ഇത്രയും കേട്ടപ്പോൾ തന്നെ ഡോക്ടർ ദീദിനെ, ഈ ഡോക്ടർ ദീദി ദിവ്യാക്കി ഉംഗലി സെ, ഉംഗലി വിരലാണ്, ദിവ്യയുടെ വിരലിൽ നിന്ന്
രക്ത की कुछ बूंदें बूंदें തുള്ളികൾ, രക്തത്തിൻ്റെ കുറച്ച് തുള്ളികൾ ഏക് ചോട്ടി സി ശീശി ഒരു ചെറിയ ബോട്ടിലിൽ, ചെറിയ ബോട്ടിലിനാണ് ശീശി എന്ന് പറയുന്നത്, ഒരു ചെറിയ ബോട്ടിലിൽ ഡാൽദി അതിലൊഴിച്ചു, അതിലേക്ക് ഈ ബ്ലഡ് എടുത്തു. അവർ സ്ലൈഡ് പെർ ലഗാദി, നമുക്കറിയാം മൈക്രോസ്കോപ്പിൻ്റെയൊക്കെ അടിയിൽ വെക്കുന്ന ഒരു ഗ്ലാസ് കൊണ്ടുള്ള ചതുരത്തിലുള്ളൊരു സ്ലൈഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്ലഡ് എന്നല്ല, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനൊക്കെ സ്പെസിമെൻ വെക്കുന്നത് അതിലാണ്, ആ സ്ലൈഡിൽ വെച്ചു. ഫിർ അനിൽ സെ ബോലി, എന്നിട്ട് അനിലിനോട് പറഞ്ഞു, ഡോക്ടർ ദീദി പറഞ്ഞു. ഫിർ പിന്നീട് അനിൽ സെ ബോലി, അനിലിനോട് പറഞ്ഞു. അനിൽ തും കൽ അസ്പതാൽ സെ റിപ്പോർട്ട് ലേ ജാന, അനിൽ തും കൽ, നിങ്ങൾ നാളെ എന്ത് ചെയ്യുക, അസ്പതാൽ സെ ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് ലേ ജാന, റിപ്പോർട്ട് വന്ന് എടുക്കുക എന്ന് ഈ ഡോക്ടർ ദീദി അനിലിനോട് പറഞ്ഞു. अगले दिन अस्पताल पहुंचकर अनिल ने डॉक्टर दीदी के कमरे के दरवाजे पर दस्तक दी. अगले दिन നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, അസ്പതാൽ പഹുഞ്ചിക്കർ, ഹോസ്പിറ്റലിൽ എത്തിയിട്ട്, പഹുഞ്ചിന എത്തിച്ചേരുക, പഹുഞ്ചിക്കർ എത്തിയിട്ട് അനിലിനെ ഡോക്ടർ ദീദിക്ക് കമരേക്ക് ദർവാസെ പർ ദസ്തക് ദി. അനിൽ എന്താ ചെയ്തത്, അനിലിനെ ഡോക്ടർ ദീദിക്ക് കമരേക്ക് ദർവാസെ പർ, അനിൽ ഡോക്ടർ ദീദിയുടെ കമര, മുറിയുടെ ദർവാസ, ഡോറിൽ ദസ്തക് ദി, എന്ത് ചെയ്തു, ഡോറിൽ മുട്ടി. ദസ്തക് ദേന എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോറിൽ മുട്ടുന്നതിനാണ് ദസ്തക് എന്ന് പറയുന്നത്. അങ്ങനെ ഡോറിൽ മുട്ടി. ഭീതർ സെ ആവാസായി, ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം. ആ ജാവോ എന്ന് പറഞ്ഞാൽ കയറി വരൂ എന്നാണ്. അനിലിനെ കമരെ മേ പ്രവേശ് കിയാ തോ പായ ഡോക്ടർ ദീദി സൂക്ഷ്മദർശി ദ്വാര എക് സ്ലൈഡ് की जांच कर रही थी. അപ്പോൾ അനിലിനെ കമരമേ പ്രവേശ് കിയാ തോ പായ, അനിൽ എന്ത് ചെയ്തു, ആ മുറിക്കുള്ളിൽ കയറി വരാൻ പറഞ്ഞപ്പോൾ ആ മുറിക്കുള്ളിലേക്ക് കയറി ചെന്നപ്പോൾ ഡോക്ടർ ദീദി സൂക്ഷ്മദർശി ദ്വാര एक സ്ലൈഡ് की जांच कर रही थी. അപ്പോൾ ഡോക്ടർ ദീദി എന്ത് ചെയ്യുകയാണ്, एक സൂക്ഷ്മദർശി ദ്വാര, സൂക്ഷ്മദർശി മൈക്രോസ്കോപ്പാണ്, ആ മൈക്രോസ്കോപ്പിലൂടെ एक സ്ലൈഡ് की, ഒരു സ്ലൈഡ്, എന്തിൻ്റെയോ സ്പെസിമെൻ വെച്ചിട്ട് ജാഞ്ച് കർ റഹി ഥി, അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദീദിക്ക് ഇഷാരേസെ, ദീദി പറഞ്ഞ ആംഗ്യമനുസരിച്ച് തന്നെ ദീദി കാണിച്ചു, എന്താ വഹ് പാസിലേക്ക്, ദീദി പറഞ്ഞു അവിടെ തൊട്ടടുത്തിരിക്കുന്ന ചെയറിൽ ഇരിക്കാനെന്ന് പറഞ്ഞതുകൊണ്ടാണ്, അതാണ് ഇഷാരേസെ, ദീദിയുടെ ആംഗ്യം അനുസരിച്ചിട്ട് വഹ് പാസിലേക്ക്, വഹ് എന്ന് പറയുമ്പോൾ അനിലാണ്, അനിൽ പാസിലേക്ക് അടുത്ത് ഇരുന്നതായ ഏക കുർസി പർ ബൈഠ് ഗയ, തൊട്ടടുത്തുണ്ടായിരുന്ന കസേരയിൽ ഇരുന്നു. കുർസി പർ ബൈഠ് ഗയ, അവിടെ ഇരുന്നു. സ്ലൈഡ് की जांच पूरी होने पर डॉक्टर दीदी ने साबुन से हाथ धोए और तौलिए से पोंछती हुई बोली. സ്ലൈഡ് की जांच पूरी होने पर, ആ സ്ലൈഡിലുണ്ടായിരുന്നത് എന്താണ്, പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ ദീദി സാബുൻ സോപ്പാണ്, സോപ്പ് കൊണ്ട് ഹാത്ത് ധോയെ, കൈ കഴുകി, और तौलिए से पोंछती हुई, തൗലിയ ടവലാണ്, ടവൽ കൊണ്ട് പോഞ്ചിന തുടച്ചിട്ട്, കൈ തുടച്ചിട്ട് പറഞ്ഞു. അനിൽ ദിവ്യ को एनीमिया है, चिंता की बात नहीं, कुछ दिन दवा लेगी तो ठीक हो जाएगी. എന്താണ് ഡോക്ടർ ദീദി പറഞ്ഞത്, അനിൽ ദിവ്യക്കോ അനീമിയ ഹെ, അനിൽ ദിവ്യയ്ക്ക് അനീമിയാണ്, ചിന്താക്കി പാത്ത് നഹി, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് ദിവസം ദവാ ലെഗീത്തോ, മെഡിസിൻ എടുക്കുമ്പോൾ, ദവാ മെഡിസിനാണ്, മെഡിസിൻ എടുക്കുമ്പോൾ ടീ ഹോ ജായേഗി, അതങ്ങ് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അനിൽ കെ മൻ മേ ജിജ്ഞാസ ഹുയി, വോ ബോല ദീദി ഏക് സവാൽ പൂച്ചു. അനിൽ കെ മൻ മേ ജിജ്ഞാസ ഹുയി, അനിലിൻ്റെ മനസ്സിലൊരു ഉത്കണ്ഠയായി അറിയാനുള്ള. വോ ബോല അവൻ പറഞ്ഞു, അനിൽ പറഞ്ഞു, ദീദി ചേച്ചി ഏക് സവാൽ പൂച്ചു, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. ക്യൂം നഹി, എന്തുകൊണ്ടില്ല, ചോദിച്ചോളൂ. ഡോക്ടർ ദീദിനെ ഡോക്ടർ ദീദി പറഞ്ഞു. എനീമിയ സെ आपका क्या मतलब है दीदी, उसने पूछा. ഈ എനീമിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ദീദി, ഉസ്നെ പൂച്ച, അവൻ ചോദിച്ചു. ഡോക്ടർ ദീദിയുടെ അടുത്ത് ചോദിച്ചു, എന്താണ് അനീമിയ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇസ്കാ മത്ലബ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. ये जानने के लिए तुम्हें रक्त के बारे में जानना होगा, डॉक्टर दीदी ने कहा. ये जानने के लिए, അതറിയണമെങ്കിൽ, അനീമിയ എന്താണെന്ന് അറിയണമെങ്കിൽ, തുമേ രക്ത കെ ബാരെ മേം ജാൻന ഹോഗ, നിങ്ങൾ ബ്ലഡിനെ കുറിച്ച് ആദ്യം അറിയണം. ഡോക്ടർ ദീദിനെ കഹ, ഡോക്ടർ ദീദി
പറഞ്ഞു അനിലിനോട്. ഫിർ ബോലി, പിന്നീട് പറഞ്ഞു അനിൽ, देखने में रक्त लाल द्रव के समान दिखता है. അനിൽ देखने में, അനിലിനോട് ഡോക്ടർ ദീദി പറയുകയാണ്, നമുക്ക് നോക്കുമ്പോൾ രക്ത ലാൽ ദ്രവ് കെ സമാൻ, ഒരു ചുവന്ന ദ്രാവകം പോലെയാണ് നമ്മൾ കാണുന്നത്. കിന്തു ഇസെ സൂക്ഷ്മദർശി ദ്വാരാ ദേഖേന്ദോ, എന്നാൽ അതിനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ ഭാനുമതി കെ പിഠാരെ സെ കം നഹി. ഭാനുമതി കെ പിഠാര ഒരു ശൈലിയാണ്, ഒരുപാട് വസ്തുക്കൾ നിറച്ചു വച്ചിരിക്കുന്ന ഒരു പെട്ടി. അതൊരു ശൈലിയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് വസ്തുക്കൾ നിറച്ചു വച്ചിരിക്കുന്ന പെട്ടി, അതിനേക്കാൾ കുറവല്ല എന്ന്. അതായത് അതിനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ ഈ ഭാനുമതി കെ പിട്ടാരേസെ കം നഹി ഹോത്തി, അതിനേക്കാൾ കുറവല്ല. എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ഈ ബ്ലഡിൽ. മോട്ടെ തൗർ പർ ഇസ്കെ ദോ ഭാഗ് ഹോത്തെ ഹെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബ്ലഡിനെ എടുത്ത് നോക്കിയാൽ അതിന് 2 ഭാഗങ്ങളുണ്ട്. ഏക് ഭാഗ് वो जो तरल है, तरल എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ്, ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ ദ്രാവക രൂപത്തിലുള്ളതാണ്. ജിസെ ഹം പ്ലാസ്മ കേത്തെ ഹെ, അതിന് നമ്മൾ പ്ലാസ്മ എന്നാണ് പറയുക. ദൂസര, 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് ബ്ലഡിനെ. ഒന്ന് ദ്രവരൂപത്തിലുള്ളത്, ഫ്ലൂയിഡായിട്ടുള്ളത്, അതിനെ നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നു. ദൂസര, രണ്ടാമത്തേത് വഹ് ജിസ്മേ ചോട്ടെ ബഡെ കൈ തരഹ് കെ കൺ ഹോത്തെ ഹെ. രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് അതിൽ ചോട്ടെ ബഡെ, ചെറുതും വലുതുമായിട്ടുള്ള കൈ തരഹ് കെ കൺ ഹോത്തെ ഹെ, ഒരുപാട് തരത്തിലുള്ള സെല്ലുകൾ അതിലുണ്ടാവും. കുച്ച് ലാൽ, കുറച്ച് റെഡ് കളറിലുള്ളത്, കുച്ച് സഫേദ്, കുറച്ച് വൈറ്റ്, और कुछ ऐसे जिनका कोई रंग नहीं, കുറച്ച് ഇങ്ങനെയുള്ളതാണ്. ജിൻകാ कोई रंग नहीं, അതിന് നിറമില്ല, രംഗ് നഹി. ജിനെ ബിംബാണു പ്ലേറ്റ്ലെറ്റ് കൺ, ബിംബാണു അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ്, നമ്മൾ പ്ലേറ്റ്ലെറ്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ് സയൻസിലൊക്കെ അല്ലേ. അപ്പോൾ ഈ നിറമില്ലാത്തതിന് ബിംബാണു അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൺ എന്നാണ് പറയുന്നത്. ഈ കൺ പ്ലാസ്മയും തേർത്തേ രഹത്തെ ഹെ. ഈ ബാക്കിയുള്ള സെക്കൻഡ് പാർട്ടിൽ വരുന്ന ഈ സെൽസ് എന്താ ചെയ്യുന്നത്? ഈ വൈറ്റും ഈ റെഡും പിന്നെ ഈ നിറമില്ലാത്തതുമായ ഈ സെല്ലുകളെല്ലാം തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ ദ്രവരൂപത്തിൽ ഇങ്ങനെ തൈർത്തേ രഹത്തെ ഹെ, ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഇത്തന കേൾക്കർ ഡോക്ടർ ദീദിനെ, ഇത്രയും പറഞ്ഞിട്ട് ഡോക്ടർ ദീദി സൂക്ഷ്മദർശിക്ക് നീച്ചെ, മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഏക്ക് സ്ലൈഡ് ലഗായി, ഒരു സ്ലൈഡ് വെച്ചു. ഉസെ ഫോക്കസ് ചെയ്യുക, അതിനെ ഫോക്കസ് ചെയ്തു. और बोली, എന്നിട്ട് പറഞ്ഞു, ദേഖോ അനിൽ, അനിൽ നോക്കൂ, സൂക്ഷ്മദർശി ദ്വാര ജോ കൺ തുമേ ദിക്കായി ദേ രഹേ ഹേ, ഈ മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന ആ സെൽ, യേ ഹേ ലാൽ രക്ത കൺ, ഇതാണ് ചുവന്ന രക്താണുക്കൾ എന്ന് പറയുന്നത്, RBC ആണ് കാണുന്നതെന്ന് പറഞ്ഞു കൊടുത്തു ഡോക്ടർ ദീദി. സ്ലൈഡ് ദേഖ്, മനോ ആശ്ചര്യ സെ ഉച്ചൽ പടാ ഥാ അനിൽ. സ്ലൈഡ് നോക്കി, മൈക്രോസ്കോപ്പിലൂടെ നോക്കി. മനോ ആശ്ചര്യ സെ ഉച്ചൽ പടാ ഥാ അനിൽ, അതായത് അതിശയം ഉണ്ടായിട്ടെന്ന പോലെ തുള്ളിച്ചാടി അനിൽ. രക്ത की एक बूंद में इतने सारे कण, രക്തത്തിൻ്റെ एक बूंद में, ഒരു തുള്ളിയിൽ इतने सारे कण, ഇത്രത്തോളം സെൽസ്. इसकी तो वह कल्पना भी नहीं कर सकता था, കാര്യം അവന് കൽപ്പന भी नहीं कर सकता था, അവന് സങ്കല്പിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല, കാരണം അവൻ അതിശയിച്ചു പോയി അത്രയ്ക്ക്. പോല അവൻ പറഞ്ഞു, ഇനെ ദേഖ്, ഇതിനെ കണ്ടിട്ട്, तो ऐसा लग रहा है, എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, ऐसा लग रहा है, ഇങ്ങനെ തോന്നുന്നു, മാനോ बहुत सी छोटी छोटी बालूशाही रख दी गई हो, മാനോ बहुत सी छोटी छोटी बालूशाही, അതായത് ബാലുഷാഹി എന്ന് പറയുന്നത് ഒരു
സ്വീറ്റാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ കാണപ്പെടുന്ന, നോർത്ത് ഇന്ത്യക്കാർക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു സ്വീറ്റാണ് ബാലുഷാഹി എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഈ ബാലുഷാഹി വച്ചിരിക്കുന്നത് പോലെയാണ് ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ അവന് കാണാൻ സാധിച്ചത്, അനിലിന് കാണാൻ സാധിച്ചത്. हाँ दीदी बोली, लाल कण बनावट में बालूशाही की तरह ही होते हैं. हाँ ദീദി ബോലി. അപ്പോൾ ദീദി പറഞ്ഞു അതെ, ലാൽ കൺ എന്ന് പറയുന്നത് RBC എന്ന് പറയുന്നത് ബനാവട്ട് മേ നിർമ്മിതിയിൽ ബാലുഷാഹി കി തറഹി ഹോത്തെ ഹെ, ബാലുഷാഹി എന്ന് പറയുന്നത് സ്വീറ്റ് പോലെ തന്നെയാണ്. ഗോൽ റൗണ്ട് ഷേപ്പാണ്. और दोनों तरफ അവതൽ, രണ്ട് വശത്തും, അതിൻ്റെ മുകൾ വശം എടുത്ത് നോക്കിയാലും താഴ്വശം എടുത്ത് നോക്കിയാലും രണ്ട് വശത്തും അവതൽ കോൺകേവ് ആയിട്ടുള്ള, ഉള്ളു കുഴിഞ്ഞിട്ടുള്ള, യാനി ബീച്ച് മേ ദബേ ഹുയെ, എൻ്റെ ഇടഭാഗം അമർന്നിരിക്കുന്നത് പോലെ, ഇടഭാഗം ഇങ്ങനെ അമർന്ന് ഇരിക്കുന്നത്. മുകൾ വശവും എടുത്ത് നോക്കിയാൽ അതും ഉള്ളിലേക്ക് അമർന്നിരിക്കും, താഴ്ഭാഗം എടുത്ത് നോക്കിയാലും ഉള്ളിലേക്ക് അമർന്നിരിക്കും. ഓക്കെ, അതാണ് ഡോക്ടർ ദീദി അനിലിനോട് പറഞ്ഞു കൊടുത്തത്. रक्त की एक बूंद में इनकी संख्या लाखों में होती है. रक्त की एक बूंद, രക്തത്തിൻ്റെ ഒരു തുള്ളിയിൽ, എനിക്ക് സംഖ്യ, ഈ RBCയുടെ കണക്കെന്ന് പറയുന്നത് ലാഖോം ഹോത്തി ഹെ, ലക്ഷക്കണക്കിനാണ്, ലക്ഷക്കണക്കിന് എണ്ണം ഉണ്ടാവും ഒരു തുള്ളിയിൽ. യദി ഹം 1 മില്ലിമീറ്റർ രക്ത് ലേന്ധോ, എന്നാൽ നമ്മൾ 1 മില്ലിമീറ്റർ രക്തമാണ് എടുക്കുന്നതെങ്കിൽ ഹമേ 40 से 55 लाख കൺ മിലേങ്കെ, അതിൽ എന്തുണ്ടാവും? 40 മുതൽ 55 ലക്ഷം സെൽസ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. ഇൻകെ കാരൺ ഹി ഹമേ രക്ത് ലാൽ രംഗ് കാ നസർ ആത്താ ഹെ, ഈ കാരണത്താലാണ്, ഈ RBC ഇത്രത്തോളം ഉള്ളതിനാലാണ്, ഇസ്കെ കാരൺ ഹി, ഇൻകെ കാരൺ ഹി ഹമേ രക്ത് ലാൽ രംഗ് കാ നസർ ആത്താ ഹെ, ഇൻകെ കാരൺ ഹി, കാരണത്താലാണ് രക്തത്തിന് ഏത് നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ലാൽ രംഗ് കാ നസർ ആത്താ ഹെ, റെഡ് കളറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കൺ ശരീർ കെ ലിയെ ദിൻ രാത് കാം കർത്തേ ഹെ, ഈ സെൽസ്, ഈ RBC എന്ന് പറയുന്നത് ശരീർ കെ ലിയെ, നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് ദിൻ രാത് കാം കർത്തേ ഹെ, രാവും പകലും എന്ത് ചെയ്യുകയാണ്? ജോലി ചെയ്യുകയാണ്. सांस लेने पर सांस हवा से जो ऑक्सीजन तुम प्राप्त करते हो उसे शरीर के हर हिस्से में पहुंचाने का काम इन कणों का ही है. सांस लेने पर, നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ സാഫ് ഹവാസെ ജോ ഓക്സിജൻ തും പ്രാപ്ത് കർത്തേ ഹോ, സാഫ് ഹവാസെ ശുദ്ധവായുവിൽ നിന്ന് ജോ ഓക്സിജൻ തും പ്രാപ്ത് കർത്തേ ഹോ, നിങ്ങൾക്ക് ഓക്സിജൻ ലഭിക്കുന്നുണ്ടല്ലോ അല്ലേ. ഉസെ ശരീർ കെ ഹർ ഹിസ്സേ മേ, അതിനെ ഉസേ, ആ ഓക്സിജനെ, അതാണ് ഉസേ എന്ന് പറയുന്നത്, അതിനെ ശരീർ കെ ഹർ ഹിസ്സേമേം, ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും പഹുഞ്ചാന, എത്തിക്കുക എന്നുള്ളത്, ആ ജോലി, പഹുഞ്ചാനെ കാ കാം, ആ ജോലി ഇൻ കണോ കാ ഹി ഹെ, ഈ സെൽസിൻ്റെ തന്നെയാണ്, ഈ സെൽസാണത് ചെയ്യുന്നത്, RBC ആണ്. ഇൻകാ ജീവൻ കാൽ ലഗ്ഭഗ് 4 മഹീന ഹോത്താ ഹെ, ഇതിൻ്റെ ആ ഒരു ജീവിതകാലമെന്ന് പറയുന്നത്, എൻ്റെ ആയുസ്സെന്ന് പറയുന്നത് ഏകദേശം 4 മഹീന, 4 മാസമാണ്. 4 മഹീനയ്ക്ക് ഹോത്തെ ഹോത്തെ നഷ്ട ഹോ ജാത്തേ ഹെ, 4 മാസം കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു? നഷ്ട ഹോ ജാത്തേ ഹെ, അത് നഷ്ടമാകുന്നു. ലേക്കിൻ ഏക് സാത്ത് നഹി, പക്ഷെ ഒരുമിച്ചല്ല അത് ഇല്ലാണ്ടാവുന്നത്. ധീരെ ധീരെ, പതുക്കെ പതുക്കെ, കുച്ച് ആജ്, കുറച്ചിന്ന്, കുച്ച് കൽ, കുറച്ച് നാളെ, കുച്ച് ഉസസേ അക്കലേ ദിൻ, കുറച്ച് അതിൻ്റെ അടുത്ത ദിവസം, അങ്ങനെ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ RBC നശിച്ചു പോകുന്നത്. തബ് തോ കുച്ച് ഹി മഹീനോ മേ യേ ഖത്മ ഹോ ജാത്തെ ഹോംഗെ, അനിൽ ने कहा. തബ് തോ കുച്ച് ഹി മഹീനെ മേ, അപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ യേ ഖത്മ ഹോ ജാത്തെ ഹോംഗെ, ഇത് തീർന്നു, ഇതില്ലാതായി പോകുമോ എന്ന്. ഖത്മ ഹോന, ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതായി പോകുമോ എന്ന് ചോദിച്ചു, അനിൽ ചോദിച്ചു. ഏ സുൻകർ ഡോക്ടർ ദീദി മുസ്കുരാ ഉടി, ഇത് കേട്ടപ്പോൾ ഡോക്ടർ ദീദി എന്ത് ചെയ്തു? മുസ്കുരാ ഉടി, ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നഹി ऐसा नहीं लगता, സോറി ऐसा नहीं होता, ഇല്ല അങ്ങനെയല്ല, ശരീർ മേ ഹർ സമയ നയെ കൺ ബന്ധ രഹത്തെ ഹെ, ഇങ്ങനെ അപ്പം നമ്മൾ ചിന്തിക്കും ഇത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പുതിയതുണ്ടാവത്തില്ലേ എന്നല്ലേ. അങ്ങനെയല്ല, ശരീർ മേ ഹർ സമയം, ഓരോ സമയവും
നയേ കൺ ബന്ധ രഹത്തെ ഹേ, പുതിയ സെൽസ് ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജോ നഷ്ട കണോ കാ സ്ഥാൻ ലേ ലേത്തെ ഹേ, അതെന്ത് ചെയ്യുന്നു? ആ നഷ്ടപ്പെട്ടു പോയ സെൽസിൻ്റെ സ്ഥാനത്ത് പുതിയ കണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. हड्डियों के बीच के भाग मज्जा में ऐसे बहुत से कारखाने होते हैं जो രക്ത കണോं के निर्माण कार्य में लगे रहते हैं. ഹഡ്ഡി മീൻസ് അസ്ഥികളാണ്. അസ്ഥികളുടെ ബീച്ച് കെ ഭാഗ്, അതിൻ്റെ ഇടയിലുള്ള, അതിൻ്റെ ആ ജോയിൻറ്റിൽ, ആ ഇടയിലുള്ള ഭാഗങ്ങളിൽ മജ്ജയിൽ ഇसे बहुत से कारखाने होते हैं, ഇതിൻ്റെ ഒരുപാട് ഫാക്ടറീസ് ഉണ്ട് എന്ന്. അതായത് ചുവന്ന രക്താണുക്കളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടറികളുണ്ട് എന്ന്. ജോ രക്ത കണോं के निर्माण कार्य में लगे रहते हैं, അവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ RBCയുടെ നിർമ്മാൺ കാര്യം, അല്ലെ അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷനാണ് അവിടെ നടക്കുന്നത്. ഇൻകേലിയെ, ഇതിനു വേണ്ടിയിട്ട്, ഇൻ കാർഖാനോങ്കോ, ഈ ഫാക്ടറികൾക്ക് പ്രോട്ടീൻ, ലൗഹതത്വ അയൺ और विटामिन 2 भी कच्चे माल की ज़रूरत होती है. ഇൻകേലിയെ ഇൻ കാർഖാനോങ്കോ, അപ്പോൾ എന്താണ് ഈ RBC പുതിയതായിട്ട് രൂപപ്പെടണമെങ്കിൽ ഈ മജ്ജകളിൽ, ഈ കാർഖാന ഉദ്ദേശിക്കുന്ന ആ മജ്ജകളാണ്. ആ മജ്ജകൾക്ക്, ആ ഫാക്ടറിക്ക് പ്രോട്ടീൻ ആവശ്യമാണ്, ലൗഹതത്വം അയൺ എലമെൻ്റ് ആവശ്യമാണ്, അതുപോലെ തന്നെ വിറ്റമിൻ 2 കച്ചേ മാൽ, റോ മെറ്റീരിയൽ, കച്ചേ മാൽ, വിറ്റമിൻ 2 കച്ചേ മാൽ. അപ്പോൾ വൈറ്റമിൻ അടങ്ങിയ റോ മെറ്റീരിയൽ, ഇതൊക്കെ ജरूरत होती है, ആവശ്യമാണ്. ए पौष्टिक आहार लेते हो, हरी सब्जी, फल, दूध, अंडा और गोश्त में ये तत्व उपयुक्त मात्रा में होते हैं. ഈ പൗഷ്ടിക് ആഹാർ ലേത്തെ ഹോ, പാനലിനോട് ചോദിക്കുകയാണ്, പൗഷ്ടിക് ആഹാർ, ഈ പോഷകാഹാരങ്ങൾ കഴിച്ചിട്ടുണ്ടോ, സിസ്റ്റർ കഴിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹരി സബ്ജി, പച്ചക്കറികൾ, ഫൽ, ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ, ദൂത്, പാല്, അണ്ട, മുട്ട, और ഗോസ്ത് എന്ന് പറയുമ്പം മാംസമാണ്, മീറ്റ്. ഇതിലൊക്കെ ഈ തത്വ ഉപയുക്ത മാത്രമേ ഹോത്തേ ഹെ, മുകളിൽ പറഞ്ഞ ഈ തത്വം എന്ന് ഉദ്ദേശിക്കുമ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രോട്ടീനും അയണും എല്ലാം തന്നെ ഉപയുക്ത മാത്രമേ ഹോത്തേ ഹെ, വേണ്ട അളവിൽ, നെസസറി ക്വാണ്ടിറ്റിയിൽ, നമുക്ക് ആവശ്യമുള്ള അളവിൽ ഇതിലൊക്കെ തന്നെ ഇത്രയും സാധനങ്ങൾ, അതായത് ഈ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും മുട്ടയിലും പാലിലും മാംസത്തിലും എല്ലാം തന്നെ അയണും പ്രോട്ടീനും ഒക്കെ വേണ്ട മാത്രയിൽ, വേണ്ടത്ര അളവിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർ ദീദി ആരോട് പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ അനിലിനോട് പറഞ്ഞത്.